ആൻഡ് ഒരു ഫൈനൽ മെസ്സേജ്, ഈ ഒരു കാര്യത്തിലുള്ള ഒരു ഫൈനൽ മെസ്സേജ് അല്ലെങ്കിൽ ഒരു ടേക്ക് അവേ മെസ്സേജ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഈസ് ഡിഫറെന്റ് ഫ്രം ജെഇ ആൻഡ് നീറ്റ്. പ്രത്യേകിച്ച് ക്വസ്റ്റ്യന്റെ പാറ്റേൺ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നീറ്റിന് വേണ്ടിയിട്ടും ജെഇക്ക് വേണ്ടിയിട്ടും റിപ്പീറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇന്ന് തന്നെ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് വന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക. ആൻഡ് യു ഫീൽ ദ ഡിഫറൻസ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് ഡിഫറെന്റ് അപ്രോച്ചാണ് ഐസറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അപ്രോച്ചാണ് നമ്മൾ എടുക്കേണ്ടത് എന്നുള്ളത് നമുക്കൊരു ധാരണ കിട്ടും. ആൻഡ് നമുക്കൊരു ക്വസ്റ്റ്യൻസ് കണ്ടാൽ അതിന് ഒരു റോട്ട് ലേണിംഗ് വഴി അല്ലെങ്കിൽ മെമ്മറൈസ് ചെയ്താൽ കിട്ടുന്ന പോലത്തെ ഒരു ക്വസ്റ്റ്യൻ അല്ല നമ്മളോട് ചോദിക്കാൻ പോകുന്നത്. നമുക്കൊരു സയന്റിസ്റ്റിന്റെ ഒരു ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോ, ഒരു സയന്റിസ്റ്റ് ചിന്തിക്കുന്നത് പോലെ കോൺസെപ്ച്വലി റിച്ച് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മുടെ മുന്നിൽ ഉണ്ടാവുക. അപ്പൊ ഒരു പ്രോബ്ലം സോൾവിങ് അതൊരു കൃത്യമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് അറിയുന്ന ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഓർഗാനിക്കിലേക്ക് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പം നിങ്ങൾക്ക് വേണ്ടത് ഒരു ജെഇ ടൈപ്പ് ലേണിങ്ങോ അല്ലെങ്കിൽ ഒരു നീറ്റ് ടൈപ്പ് കെമിസ്ട്രിയോ അല്ല. അതിന്റെ പുറമെ നമ്മൾ NCERT പഠിക്കുന്ന റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ സെയിം ആണ്. പക്ഷെ നിങ്ങൾക്ക് വേണ്ടത് എന്താണ്? അതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ആണ്. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കാണണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് പോലെ അതുപോലെയുള്ള മോക്ക് പരീക്ഷകൾ നിങ്ങൾ ഒരുപാട് എഴുതണം. അപ്പൊ മാത്രമേ നിങ്ങൾക്ക് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അങ്ങനെ വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ.